നമസ്കാരം. കേരളത്തിലെ സിവിൽ സർവീസ് മേഖല ഇപ്പോൾ വിവാദങ്ങളിലൊക്കെ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അന്വേഷണം, സസ്പെൻഷൻ, മെമ്മോ അങ്ങനെ പല കാര്യങ്ങൾ. എന്നാൽ ഇതിൽ ഒരാളുടെ കാര്യം ഇത്തിരി വ്യത്യസ്തമാണ്. പണ്ട് ലേലം എന്ന സിനിമയിൽ വിഖ്യാത നടൻ എം.ജി. സോമൻ അനശ്വരമാക്കിയ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ കൂടുതൽ ജനകീയമാക്കിയ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. ഇറവറൻസ്, ബഹുമാനക്കുറവ്. ബഹുമാനക്കുറവിൻ്റെ പേരിൽ സസ്പെൻഷനിലായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. മുൻപ് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന, സസ്പെൻഷനിലാകുന്ന സമയത്ത് കൃഷി വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ എൻ പ്രശാന്ത് IAS. സ്വാഗതം. താങ്ക് യു. ആദ്യത്തെ ചോദ്യം, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം എങ്കിൽ പോലും സസ്പെൻഷന് ശേഷം എങ്ങനെയുണ്ട് ജീവിതം? ജീവിതം മുമ്പത്തെ പോലെയൊക്കെ തന്നെയുണ്ട്. പിന്നെ കുറച്ചുകൂടെ സത്യം പറഞ്ഞാൽ സന്തോഷകരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുൻപ് പലതും നമുക്ക് ജോലി തിരക്ക് കാരണം ചെയ്യാൻ പറ്റാതിരുന്നത്, മാറ്റി വെച്ചിരുന്നത്, വീട്ടിൽ പ്രത്യേകിച്ചും പിന്നെ എന്താ പറയുക, അമ്മയുടെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാത്തിനും കുറച്ചുകൂടെ സമയം കൊടുക്കാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തിരക്ക് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ, അറിയാമല്ലോ. ആം, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സസ്പെൻഷന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, ആക്ച്വലി അതായത് ഞാൻ തിരിച്ച് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വളരെ ഇത്രയും റിലാക്സ് ആൻഡ് ഹാപ്പി, വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പറഞ്ഞ ആൾക്കാർ വിചാരിക്കും ഇവൻ എന്തൊരു തന്നാണ്. ബട്ട് ടു ബി ഓണസ്റ്റ്, നമുക്കൊരു ശരിക്കും ഭാരം എടുത്ത് മാറ്റിയ പോലൊക്കെ ഒരു ഫീലാണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ കൃഷി വകുപ്പിൽ അത്യാവശ്യം നല്ല കുറേ കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നല്ല ടീമുമായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വർക്കും നമുക്ക് ടാർഗറ്റ്സും ഒക്കെ നമ്മൾ തന്നെ ഇൻറ്റേർണലി വെക്കുന്ന കുറേ ടാർഗറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, ക്യാമ്പുവിൻ്റെ ചാർട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഓട്ടവും ചാട്ടവും, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ഇടയിൽ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്, അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രെച്ചഡായി നിൽക്കുന്നൊരു സംഭവമുണ്ട്. ഓഫ് കോഴ്സ് ഐ യൂസ് ടു എൻജോയ് വർക്ക്. എന്നാലും നമ്മൾ ഇൻ കമ്പാരിസൺ നോക്കുമ്പോൾ ശരിക്ക് ഒരു നല്ല ബ്രേക്ക്. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് വേറെ ഇഷ്ടം പോലെ വർക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്തിരുന്നു, എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഒരു പക്ഷേ ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു പക്ഷേ വിശദമായിട്ട് പോകാം. ആദ്യം ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്ന ഇറവറൻസ് അല്ലെങ്കിൽ ബഹുമാനക്കുറവ് എന്നൊരു വാക്ക്, എനിക്ക് തോന്നുന്നത് പ്രശാന്തിൻ്റെ വിഷയം മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ട വാക്ക് ഈ ബഹുമാനക്കുറവ് എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ ഫേസ്ബുക്കിലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ കാരണമായിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഭാഗത്ത് മീഡിയ ആണെങ്കിലും, ഒരുപക്ഷേ സർക്കാരിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും, നടപടികളുടെ ഭാഗമായിട്ടാണെങ്കിലും ഈ ബഹുമാനക്കുറവ് എന്നതിങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, പ്രശാന്ത് കുറേയധികം ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിരുന്നത് മറ്റ് ചില അവകാശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിലൊന്ന് ജോലി ചെയ്യാനുള്ള അവകാശം, മറ്റൊന്ന് അഭിപ്രായം പറയാനുള്ള അവകാശം, ഇനിയൊന്ന് അഭിപ്രായം ഫയലിൽ എഴുതാനുള്ള അവകാശം, ഇനി ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അതിനെ തുറന്നു കാട്ടാനുള്ള അവകാശം, ഒരു വിസിൽ ബ്ലോവറിൻ്റെ റൈറ്റ്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രശാന്തിൻ്റെ സ്വഭാവ ദൂഷ്യം എന്ന ഒരു ബ്രാക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ബഹുമാനക്കുറവ് എന്ന ബ്രാക്കറ്റിലേക്ക് ഈ സസ്പെൻഷൻ ആധാരമായിട്ടുള്ള കാര്യങ്ങളെ ഒതുക്കാനായിട്ടുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, മീഡിയ കുറേയൊക്കെ അതിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ, മറുഭാഗത്ത് ഈ അവകാശങ്ങളെന്ന് പറയുന്നതിനെ പറ്റിയുള്ള ചർച്ച ഒരു പക്ഷേ ഇത്തിരി കുറവാണ് തോന്നുന്നു. ഒരു എലഫൻ്റ് ഇൻ ദ റൂം പോലെ. ആ രീതിയിലത്തേക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഭാഗം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല? യെസ്, ആക്ച്വലി വേണ്ടേ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെക്കൊണ്ട് ബഹുമാനിപ്പിക്കാൻ വേണ്ടി എന്തൊരു റെസ്പെക്റ്റ് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. റെസ്പെക്റ്റ് കമാൻഡ് ചെയ്യാണ് ചെയ്യാം. റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നുന്നവർക്ക് ഞാൻ റെസ്പെക്റ്റ് ഇഷ്ടംപോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എത്രയോ ബഹുമാനിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഒരാൾക്ക് പ്രായമുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും സീനിയർ ആണെന്ന് വെച്ചോ, റെസ്പെക്റ്റ് ഓട്ടോമാറ്റിക്കലി കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരിയല്ല. ഇപ്പോൾ ഒരു കൊലപാതകി, അയാൾക്ക് ചിലപ്പോൾ നല്ല പ്രായമുണ്ടാവും. അപ്പോൾ കൊലപാതകി ചേട്ടാ എന്ന് വിളിച്ച് വളരെ ബഹുമാനത്തോടെ, ദാറ്റ് ഡസൻറ്റ് വർക്ക് അല്ല. എന്താണോ അവരുടെ കർമ്മം, അവർ അതിനനുസരിച്ചാണ് അവരെ നമ്മൾ കാണുക, അവരെ രേഖപ്പെടുത്തുന്നത് ആ രീതിയിലായിരിക്കില്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റൊക്കെ കിട്ടുള്ളൂ. റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലല്ല പെരുമാറുന്നതെങ്കിൽ, ആരാണെങ്കിലും എത്ര വലിയ കുമ്പത്തെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു റെസ്പെക്റ്റ്, അങ്ങനെ ഒരു സാധനമൊന്നും എനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ലേശം കുറവാണ്.
അപ്പോൾ ചിലപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപക്ഷെ അപ്പോൾ എന്നാലും മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. അപ്പോൾ ഒരു ആം, അറിയാലോ അത്യാവശ്യം ലേശം സർക്കാസ്റ്റിക് ആയിട്ട് ചിലപ്പോഴൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നോർമലാണ്. ഈ ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ട് അച്ചടി ഭാഷയിൽ മാത്രം സംസാരിച്ച് ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഏഹ്, അച്ചടി ഭാഷയിൽ അതങ്ങനെ കൺവേ ചെയ്ത് പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞ് എനിക്ക് തോന്നുന്നു ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇത് ഒരു കൺട്രോൾ ഫ്രീക്ക് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ മീഡിയയിലൊക്കെ പൊതുവെ ചർച്ചകളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അങ്ങനെ പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ അങ്ങനെ അത് ഒഴിവാക്കാമായിരുന്നു. എന്തിന് ഒഴിവാക്കണം? നമ്മുടെ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റൈറ്റ് ടു ഒഫൻഡ് കൂടെ ഉണ്ട്. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം. അല്ലാതെ എല്ലാവരെയും സൂചിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടിയൊന്നുമല്ല ഭരണഘടനയിൽ അവകാശങ്ങൾ വെച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. അതിനകത്തുള്ള റെസ്ട്രിക്ഷൻസ് 19(2)ൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 19(2)ൽ പറയാത്ത അതിനകത്ത് അക്കമിട്ട ഒരു 9 ഐറ്റംസ് പറയുന്നുണ്ട്. അതിൽ കവിഞ്ഞിട്ട് ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ സമൂഹം അങ്ങ് അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു 10 ആൾ കൂടിയിരുന്നിട്ട് അങ്ങ് തീരുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ അത് ഒരു എന്താ പറയുക ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞ് എന്താ പറയുക നിയമ വിദ്യാർത്ഥി എന്നുള്ള ആംഗിൾ പറയുമ്പോഴേ ഇപ്പോൾ എൻ്റെ ഭാര്യ പറയാറ് നിങ്ങൾ ബിഎ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന മാതിരി എപ്പോഴും അത് പറയരുത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പറഞ്ഞു പോകും. കാരണം ഒരു ലീഗൽ ലിറ്ററസി അത്രയ്ക്ക് മോശമാണോ നമ്മുടെ കേരളത്തിൽ നിന്ന്? കാരണം ഭരണഘടനയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും എന്നൊക്കെ സംസാരിക്കാൻ ആൾക്കാർക്ക് തോന്നുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ഫുൾ സിസ്റ്റം എല്ലാത്തിൻ്റെ അടിത്തറ ഭരണഘടനയാണ്. ഈ ഹൈറാർക്കി ഓഫ് ലോസ് പോലും പലർക്കും അറിയില്ല. ഹൈറാർക്കി ഓഫ് ലോ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻസിൽ ഇരിക്കുന്നവർക്ക് പോലും ധാരണയില്ല. കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും മേലെ എന്നും അതിന് താഴെ പിന്നെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളാണെന്നും പിന്നെ ഓഫ് കോഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ എന്ന് അസംബ്ലി പാസ്സാക്കുന്ന നിയമങ്ങൾ. നിയമങ്ങളുടെ കീഴിൽ പിന്നെ റൂളുകളുടെയും താഴെ മാത്രം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വരുള്ളൂ. നമ്മളിവിടെ പക്ഷേ സാധാരണ ഒരു സർക്കുലർ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഓർഡറൊക്കെ ഇറക്കിയിട്ട് ഭരണഘടനയുടെ മേലെ കയറാൻ പറ്റുമെന്ന് ചിലർ വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഇതിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുമ്പ് വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുക എന്ന് പറയുന്നത് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് വേറെയാണ്. പക്ഷേ എങ്കിൽ പോലും ആ വാക്കുകൾ പ്രസക്തമാണ്. അതിനർത്ഥം തന്നെ ഒരു ഫ്രീ ഹാൻഡ് ഒരാളിൻ്റെ അയാളുടെ വർക്കിൽ ഉണ്ടാകണം. അയാൾക്ക് അർഹിക്കുന്ന സ്വാതന്ത്ര്യം അയാൾക്ക് ലഭിച്ചിരിക്കണം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പൊസിഷൻ ഉള്ളപ്പോൾ പോലും ഈ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് അത് എത്രത്തോളം എളുപ്പമാണ്? അതല്ല എങ്കിൽ ചില ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ഹൈറാർക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മനോവീര്യം കെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു സിസ്റ്റമാണോ നമ്മുടെ നാട്ടിലുള്ളത്? അത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻഹെറൻറ്റ് ഡിഫക്റ്റ് ആണോ? എനിക്ക് തോന്നുന്നു എല്ലാ ഓർഗനൈസേഷനിലും ഈ പ്രശ്നമുണ്ട്. ഈവൻ സ്വകാര്യ മേഖലയിൽ എടുത്താൽ പോലും അവിടെയും സ്ട്രക്ചറിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോൾ വളരെ സൈക്കോപാത്തിക് ആയിട്ടുള്ള ബോസസ് ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഗവൺമെൻറ്റിനകത്ത് നമ്മൾ സാധാരണ റൂൾ ബൗണ്ടായിട്ട് പോകാനാണ് ശ്രമിക്കുക. നിയമം വേണം, ആ ഒരു സിസ്റ്റം വേണം, പ്രസിഡൻസ് വേണം. പിന്നെ ഏറ്റവും പ്രധാനം ഭരണഘടന. നമ്മുടെ കോണ്ടക്ട് റൂളിനകത്ത് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് അലൈൻ ചെയ്ത് വേണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ റൂൾ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ വ്യക്തികൾ ഇറലവൻ്റ് ആവും. അപ്പം റൂള് പറയുന്നത് ഇപ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥനാണോ മേലെയുള്ള ഉദ്യോഗസ്ഥനാണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. റൂൾ ആരാണോ കറക്റ്റ് പറയുന്നത്. സിസ്റ്റം അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്താണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫയൽ പുട്ടപ്പ് ചെയ്യാണ്. ഇപ്പം സെക്ഷൻ ഓഫീസർ പുട്ടപ്പ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. DSും എല്ലാവരും കണ്ട് ജോയിന്റ് സെക്രട്ടറി കണ്ട് അഡീഷണൽ സെക്രട്ടറി കണ്ട് സ്പെഷ്യൽ സെക്രട്ടറി കണ്ട് ചിലപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ കണ്ട് അങ്ങനെ പോകും. മിനിസ്റ്റർക്ക് പോകും. അപ്പോൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. മുകളിലോട്ട് വരുന്തോറും അവർക്ക് പോളിസി ലെവലിലൊക്കെ അഭിപ്രായം പറയാം. ഈ പോകുന്നതിൽ എല്ലാവരുടെ നോട്ട് അക്കമിട്ടിട്ടുണ്ടാവും. അവസാനം മിനിസ്റ്റർക്ക് ചൂസ് ചെയ്യാം. ചിലപ്പോൾ അദ്ദേഹം ചൂസ് ചെയ്യാൻ ആദ്യത്തെ ചിലപ്പോൾ DSൻ്റെ നോട്ടോ അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിയുടെ നോട്ടോ ആയിരിക്കും അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഫയൽ വരിക. അപ്പോൾ അതിന് മേലിലുള്ളവരൊക്കെ എഴുതിയത് അതിന് വിലയില്ല. അങ്ങനെയാണ് സിസ്റ്റം. എന്തുകൊണ്ടാണ് താഴെയുള്ള ആളുടെ എടുക്കുന്നതെന്ന് വെച്ചാൽ മിനിസ്റ്റർക്ക് അത് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് റൂൾ പ്രകാരം കറക്റ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നുകൊണ്ടാണ്. അതിലിപ്പോൾ മേലുള്ളവർ അസൂയപ്പെടുകയോ പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറിയുടെ പല നോട്ടുകളും ഒരുപക്ഷേ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നോട്ടിനെക്കാട്ടിലും വിലമതിക്കുന്ന മന്ത്രിമാരുണ്ടാവാം.
അതിന് ഈഗോ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. അത് ആ രീതിയിൽ നോട്ട് എഴുതണം. പഠിച്ചിട്ട് വിഷയം പഠിച്ചിട്ട് എഴുതണം എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ റൂൾ ബൗണ്ട് ആണെങ്കിൽ വ്യക്തികൾ ഇറലവൻ്റ് ആവും. പക്ഷേ വ്യക്തികൾക്ക് ഈഗോ അടിച്ചു തുടങ്ങിയാൽ ഇപ്പം ഞാൻ മുകളിലിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് വാശി പിടിക്കാൻ തുടങ്ങിയാൽ ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ചുമ്മാ വാശി പിടിക്കുകയാണ്. ഞാൻ മേലുദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് എൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് നള്ളിഫൈഡ് ആയി പോകും. തെറ്റായി പോകും എന്ന് പറഞ്ഞാൽ ദാറ്റ് വർക്ക് അങ്ങനെ അല്ലല്ലോ അത്. എസ്പെഷ്യലി ഗവൺമെൻറ്റിനകത്ത് അങ്ങനെയേ അല്ല. ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെ നടക്കുമായിരിക്കും. എൻ്റെ സ്വന്തം കച്ചവടമൊക്കെ ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാനാണ് കാശ് ഇറക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അവിടെ നടന്നാൽ മതി. അങ്ങനെയല്ല. ഗവൺമെൻറ്റിനകത്ത് റൂൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പ്രൊസീജിയർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇൻറ്റൻഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഈഗോ അടിച്ചിട്ട് ഈ സിസ്റ്റത്തിനെ റൂളിൽ നിന്ന് വ്യതിചലിപ്പിച്ചിട്ട് ഞാനാണ് ഇവിടെ രാജാവ് എന്ന ലൈനിൽ എടുക്കാൻ തുടങ്ങിയാൽ അതൊരു പത്തോളജിക്കൽ സിറ്റുവേഷനാണ്. അങ്ങനെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. അത് ആക്ച്വലി ഫാക്റ്റാണ്. അത് ഞങ്ങളൊന്നുമല്ല ശരിക്കും അനുഭവിക്കുന്നത്. ഇപ്പോൾ IASകാർക്ക് സത്യം പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ പോലും ഉണ്ട്. ആർട്ടിക്കിൾ 309 മറ്റൊക്കെ ഉണ്ട്. പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെയൊക്കെ മാറ്റുകയോ തൊടുകയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ UPSC ഒത്തിരി പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ യാതൊരു സുരക്ഷയും കിട്ടാതെ താഴെക്കിടയിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ വില്ലേജ് ഓഫീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ PHCയിലെ ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഇവർക്കൊന്നും ഇങ്ങനൊരു പ്രൊട്ടക്ഷനൊന്നുമില്ല. എന്നിട്ടും അവർ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 100 പ്രഷറിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും അവരെയാണ് തൊഴേണ്ടത്. അവർ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാവുമെന്ന് ചിലപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാറുമുണ്ട്. കാരണം നമ്മൾ അറിയാറുമുണ്ട് പലപ്പോഴും. ഇവിടെ ഈ ഇങ്ങനെയൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് നമുക്ക് ഇൻപുട്സ് കിട്ടാറുമുണ്ട് ചില കാര്യങ്ങൾ. ഇൻക്ലൂഡിങ് സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ അവരെ ഉപദ്രവിക്കുന്നതും മറ്റൊക്കെ. ഇറ്റ്സ് ആക്ച്വലി സാഡ്. സിസ്റ്റത്തിൻ്റെ ഒരു ജീർണതയാണ് ഇത് കാണിക്കുന്നത്. ആരെങ്കിലും ഉം. അഥവാ അങ്ങനെ മനോവീര്യം കെടുത്താനായിട്ട് ഇൻറ്റൻഷനലി ശ്രമിച്ചാൽ അതിന് ഞാൻ വഴങ്ങിക്കൊടുക്കില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം അതൊരുപക്ഷേ അതിൻ്റെ ചട്ടത്തിനും നിയമത്തിനും ഒക്കെ അനുസരിച്ച് വേറൊരു മാർഗ്ഗത്തിൽ പ്രശാന്ത് മൂവ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ പബ്ലിക്കിനും ആ ഒരു ഇംപ്രഷൻ ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ആവശ്യമില്ലാത്ത രീതിയിലത്തേക്ക് കുതിര കയറാനാരും വരണ്ട എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഈ അവകാശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ആവർത്തിച്ചും പറഞ്ഞിട്ടുണ്ട്. എത്ര എളുപ്പമാണ് ഈ ഒരു സിസ്റ്റത്തിനോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ? ആ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ഇത് ഓൾ എൻകംപാസിങ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം പലപ്പോഴും പലയിടത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രശാന്ത് സർവീസിൽ വന്നിട്ട് 15 വർഷത്തിന് മുകളിലായി. 18 വർഷം സർവീസ് അവിടെ. അപ്പോൾ ഒരു താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അത് ബാറ്റിൽ ചെയ്യാനായിട്ട് എത്രത്തോളം എളുപ്പമാണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേയധികം പ്രൊട്ടക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ UPSCയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ പ്രസിഡന്റ് അപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ സർവീസിലുള്ള സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ മറികടന്നിട്ട് ഒരു സിവിൽ സർവീസിലേക്ക് വരുന്ന ഒരാൾ എത്രത്തോളം എളുപ്പമാണ്? ഞാൻ പറയാൻ കാര്യം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അധികം ഉദ്യോഗസ്ഥരെ കേട്ടിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർ. അപ്പോൾ ഒരുപക്ഷേ അത് കുറേ ആൾക്കാർ ഉള്ളിൽ ഒതുക്കുന്നുണ്ടാവാം. അതല്ല എങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് എൻ്റെ സർവീസിന് നല്ലത് എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് എത്രത്തോളം എളുപ്പമാണ് പ്രാക്ടിക്കലി? ആക്ച്വലി അത്ര എളുപ്പമല്ലാന്ന് എനിക്കും അറിയാം. ഞാൻ ഇന്നിപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാനിപ്പം കരിയർ തുടങ്ങുന്ന കാലം തൊട്ട് ഇഷ്യൂസ് ഉണ്ട്. ഇതൊന്നും പബ്ലിക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അത് സോൾവ് ചെയ്ത് അങ്ങ് പോവും. ഇതല്ലാതെ എല്ലാ ദിവസവും എന്തെങ്കിലും ചലഞ്ച് ഇല്ലാതെ ജോലിയില്ലല്ലോ. സബ് കളക്ടർ ആയിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഇൻഫാക്ട് അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കുമ്പോൾ തൊട്ട് ഇഷ്യൂസ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലിരിക്കുമ്പം ഇപ്പുറത്തോ അപ്പുറത്തോ യു ഹാവ് ടു മേക്ക് എ ചോയ്സ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പിണങ്ങും. അവരുടെ ഇഷ്യൂസ് വരും. അങ്ങനെയാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസും കൈകാര്യം ചെയ്യാൻ എല്ലാവരെ കൊണ്ടും സാധിക്കണം എന്നില്ല എന്നുള്ളത് ഒരു പോയിന്റ്. രണ്ട് നമ്മൾ പദം വരണം. ഒന്നും നമ്മൾ തുടക്കത്തിലൊക്കെ വളരെ ടച്ച് ആയിരിക്കും. മയപ്പടം. വായ്പടണം. ഇപ്പം ഇന്നും ഞാൻ അത്ര വലിയ ടച്ച് ഒന്നുമല്ല. ഇപ്പം ഞങ്ങൾ മുക്കാൽ ഇഷ്യൂസും ഐ ഡോണ്ട് കെയർ എന്നുള്ള ലൈനിൽ എടുക്കാനുള്ള അത്രയും പക്വത വന്നു എന്ന് വേണമെങ്കിൽ പറയാം. സബ് കളക്ടർ ആയിരുന്നപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ എന്ത് വറീഡ് ആയിട്ടുണ്ടെന്നറിയാം. കുറേ എൻക്രോച്ച്മെൻ്റ് ഒക്കെ എടുത്ത് കളഞ്ഞ് മാനന്തവാടി ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഇപ്പോഴും അവിടുത്തെ എൻ്റെ സ്റ്റാഫൊക്കെ ഇപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് എൻക്രോച്ച്മെൻ്റ് ഒക്കെ എടുത്ത് കളഞ്ഞു. അവിടെ സർവകക്ഷി യോഗമൊക്കെ കൂടി എന്നെ അവിടെ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു എന്തിനാ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ റൂൾ അനുസരിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. എവിടെ ജസ്റ്റിസ്? ആരും കൂടെ നിൽക്കുന്നില്ല. അങ്ങനെയൊക്കെ അന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവും. അത് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതൊന്നും
ഒന്നാമത് ഈ ലോകം ഫെയറല്ല. ഈ നമ്മൾ സമാധാനിക്കാൻ വേണ്ടി എപ്പോഴും പറയുന്ന മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കാരണം അത് കുറേയൊക്കെ യാഥാർത്ഥ്യമാണ് കേട്ടോ. അതായത് ആം, ആ സ്റ്റോറിയും വയനാട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബൈ ദ വേ. ആത്യന്തികമായി എല്ലാം ശരിയാവും, എല്ലാം ജയിക്കും. അങ്ങനെയൊന്നും തെറ്റിദ്ധാരണയൊന്നും എനിക്കൊന്നുമില്ല. അങ്ങനെയൊന്നും യാതൊരു തെറ്റിദ്ധാരണയില്ല. പക്ഷേ നമുക്ക് ശരിയെന്ന് തോന്നുന്ന സാധനം ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ തോക്കാനായിരിക്കും. ദാറ്റ് ഐ ഡോണ്ട് കെയർ. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡ് മാറ്റിയിട്ട് ചുമ്മാ നട്ടെല്ല് വളയ്ക്കാനോ അതിനൊന്നും നിൽക്കാവുന്നില്ല. കോൺസിക്വൻസസ് ഞാൻ എടുക്കാൻ തയ്യാറാണെന്നേ. ഇപ്പം ഒരു ഒരു ഫാക്റ്റ് പറഞ്ഞാൽ, ഒരു സത്യം പറഞ്ഞു, ഒരു നിലപാടെടുത്തു, അതിന് വേണ്ടി ഇങ്ങനെ ചെയ്തോളാം, അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ ശരി ചെയ്തു എന്നേ ഞാൻ പറയുള്ളൂ. അതിന് പകരം എനിക്കിഷ്ടമല്ല എൻ്റെ ഡൊമെയ്നിനകത്ത് കയറിയിട്ട് ഞാൻ എങ്ങനെ ഫയൽ എഴുതണം, അല്ലെങ്കിൽ എൻ്റെ എനിക്കിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് പലപ്പോഴും ശ്രദ്ധിച്ചൊന്നറിയില്ല. ഇപ്പോൾ നമ്മുടെ പല പൊസിഷൻസിലും ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉണ്ട്. ഇപ്പോൾ കലക്ടർ ആയാലും സബ് കളക്ടർക്ക്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സാണ്. എന്ന് വെച്ചാൽ നിയമം പാർലമെൻറ്റോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ പാസ്സാക്കിയ നിയമം നേരിട്ട് ആ ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കുന്ന പവറാണ്. ആ പവറിൻ്റെ ഇടയിൽ ആരും കയറി ശരിക്ക് ഒരു തരത്തിലും ഇടപെടാൻ പാടില്ല. അത് കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് പോലും എങ്ങനെ ഉപയോഗിക്കണമെന്ന് കണ്ടവരടുത്ത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ശുപാർശ എടുത്തിട്ട്, അല്ലെങ്കിൽ ഉത്തരവെടുത്തിട്ട്, നിർദ്ദേശം എടുത്തിട്ട് ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ആ സിസ്റ്റം ഇത് ഓരോരുത്തരും വിട്ട് വിട്ട് കൊടുത്തിട്ടാണ്. അവനവൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവനവനിൽ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി സ്റ്റാറ്റ്യൂട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഉണ്ടല്ലോ. നിയമപ്രകാരം എന്നെ ഏൽപ്പിച്ച പണി പോലും ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ബുദ്ധി ഉപയോഗിക്കില്ലാന്ന് പറഞ്ഞാൽ അതിനല്ലേ ശമ്പളം തരുന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്റ്റാൻഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്യൂസ് വരും. ആം, പ്രത്യേകിച്ച് കൂട്ടത്തിൽ എല്ലാവരും അങ്ങ് സമ്മതിച്ച് പോകുമ്പോൾ ഒരുത്തൻ വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ, അത് എനിക്ക് വ്യത്യസ്തനായി നിൽക്കാൻ വേണ്ടിയുള്ള അതൊന്നുമല്ല. ദിസ് ഈസ് ദ വേ ഐ ആം. എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേരളമല്ലേ ഇത്. അതുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ നമ്മളെ തല്ലിക്കൊന്നെന്നോ ലൈക്ക് ഇവിടെ കേരളത്തിൽ എനിക്കിപ്പോൾ മലയാളികളെ പൊതുവേ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാനൊന്നും സാധിക്കുമെന്നോ അല്ലെങ്കിൽ ചിലർ നിങ്ങളങ്ങ് ഇല്ലാണ്ടാക്കി കളയും. ഐ ഡോണ്ട് തിങ്ക് സോ. ഈ കേരളത്തിൽ അങ്ങനെ നമ്മളെ ഇപ്പോൾ കരിയർ ഇല്ലാതെയും ആക്കി കളയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിപ്പിച്ചോ അത്രയ്ക്കൊന്നും ഇവിടെ ആരുമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പതിച്ചിട്ടില്ലല്ലോ കേരളം. അല്ല, ഈ കേരളം അങ്ങനെ അധപ്പതിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണം കൂടിയുണ്ട്. ഒരു കോൺട്രാസ്റ്റിംഗ് ബിഹേവിയർ ഈ ഒരു ഹോൾ എപ്പിസോഡ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഈ IASനുള്ളിൽ അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിനുള്ളിൽ നിന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സീനിയർ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സീനിയർ ജൂനിയറിനോട് കാണിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ജൂനിയറിൻ്റെ ഒരു വിശ്വാസം നേടാനായിട്ട് ഒരു സീനിയറിന് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം. പക്ഷെ അതേസമയം പ്രശാന്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു ഭാഗത്ത് ഇപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ കാംകോയിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ആ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ ആ ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ എനിക്ക് വലിയ കൗതുകമായിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ സർവീസ് സംഘടനകളും ഈ ട്രേഡ് യൂണിയൻസ് ഇതിൽ ഇപ്പോൾ CITU ഉണ്ട്, INTUC ഉണ്ട്, AITUC ഉണ്ട്, BMS ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സർവീസ് സംഘടനകളും ഒന്നിച്ചു വന്നിട്ട് അവർ ഒരാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ പേരിൽ ആ ആളിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് അവരുടേതായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട സമയത്ത് അത് ചെയ്യുന്നു. സാധാരണഗതിയിൽ നമ്മൾ വേജ് ഹൈക്കിനും സമരത്തിനും ഒക്കെ മാത്രമേ ഈ ഐക്യം സാധാരണ കാണാറുള്ളൂ. അത് വിമർശനാത്മകമായിട്ട് തന്നെ പറഞ്ഞതാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഇതൊരു രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ടല്ല, ഇതൊരു ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ആ ജീവനക്കാരെ കണ്ടത്, ആ ജീവനക്കാരെങ്ങനെയാണ് ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നിൽക്കുന്നത്, ഇത് പരസ്പര പൂരകമാണല്ലോ. ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് മാജിക് അവിടെ ചെയ്തു? അധികമൊന്നുമില്ല. ആക്ച്വലി ഈ ക്യാംകോ എന്ന് പറയുന്നത് ഒരു ഒന്നാന്തരം സ്ഥാപനമാണ്. അവിടുത്തെ ജീവനക്കാരാണെങ്കിലും വളരെ പ്രൊഫഷണലുമാണ്. അപ്പോൾ അവിടുത്തെ യൂണിയൻസും എല്ലാവരും ആകെ ആഗ്രഹിക്കുന്നത് ആ കമ്പനി റിവൈവ് ചെയ്യണം. അത് രക്ഷപ്പെടണം എന്ന് മാത്രമല്ല ഇത് വേറെ ഒരു തലത്തിലേക്ക് ഉയർത്തണം എന്നുള്ളതാണ്. നല്ലൊരു ഹിസ്റ്ററി ഉള്ളൊരു കമ്പനി കൂടെയാണ്. 73-ൽ തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു സുവർണ്ണകാലം ഉണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷമാണ് ഫാം മെക്കനൈസേഷൻ ഇന്ത്യയിൽ എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ്ങും ഒക്കെ വന്നിട്ട് വളരെയധികം വളർച്ച പ്രാപിച്ചത്. അപ്പോൾ ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ക്യാംകോ ഒന്ന് താഴോട്ട് പോയി. അത് അവിടുത്തെ യൂണിയൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവനക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നുമില്ല. അതിനകത്ത് സ്ട്രക്ചറലി കുറച്ച് ഡിസിഷൻ മേക്കിംഗ് ലെവലിലുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. മാനേജീരിയൽ ലെവലിലുണ്ടാണ്. അങ്ങനെ ജീവനക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു 2.5 മാസത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കൂട്ടായിട്ട് ചെയ്തതാണ്, അല്ലാതെ എൻ്റെ മാജിക് ഒന്നുമല്ല. പക്ഷേ
ഇതിലൊരു ഒരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ത് രസകരമായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സർക്കാരിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ആം, ഒരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഒരു 5-8 മാസം അതിനു മുമ്പേ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കമ്മിറ്റി ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. ബട്ട് എനിക്ക് തോന്നുന്നു വലുതായിട്ട് അതിൽ പുരോഗതി ഉണ്ടായില്ല. പക്ഷേ ഈ ക്യാംകോയിൽ ഈ ഇതേ സാധനം അവിടെ നമ്മൾ ഇപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി വെർച്വൽ കൺസൾട്ടൻസിയും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഏത് ചുമ്മാ ചാറ്റ് ബോട്ടുകളെ ഉപയോഗിച്ചിട്ട് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അവരെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പഠിക്കുമല്ലോ. അവൻ പഠിച്ച് ഓരോ ഏജന്റ് ക്രിയേഷൻ ചെയ്യുകയും പിന്നെ ടൂൾസ് ഒത്തിരി AI ടൂൾസ് ഇവർക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് അതിൻ്റെ എക്സ്പെർട്സിനെ കൊണ്ടുവന്ന് വിതിൻ ഒരു 2-3 വീക്സാണ് ഈ മാറ്റം. അതിനുശേഷം അവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ എന്ന് വെച്ചാൽ വളരെ സീനിയർ ആയിട്ടുള്ള ഉം, ഒരു 19 വയസ്സായ ആൾക്കാരാണ്. അവർക്ക് ഈ ടൂൾസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റിയിലുള്ളൊരു വ്യത്യാസം അൺബിലീവബിൾ. അത് താഴേക്ക് പെർക്കുലേറ്റ് ചെയ്തങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഫാസ്റ്റായിട്ട് ഡിസിഷൻസ്, പ്രോജക്ട്സ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കുകയും പിന്നെ സ്ട്രക്ചറൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. 71 കോടി ശരിക്ക് റിസീവബിൾ ഉണ്ടായിരുന്നതാണ് ഒരു എന്താ പറയുക ഡീലേഴ്സിൽ നിന്ന്. എന്ന് വെച്ചാൽ ഒരു തുണ്ട് കടലാസില്ല. പക്ഷേ 71 കോടി എനിക്ക് കിട്ടണം. അതുപോലെ 52 കോടി എനിക്ക് ഈ സപ്ലയേഴ്സിന് കൊടുക്കണം. അത് കിട്ടിയെങ്കിലേ എനിക്ക് ഫാക്ടറി റൺ ചെയ്യാൻ പറ്റൂ. ഇത് രണ്ടിടത്തും പൈസ അവിടെ കൊടുക്കാൻ കിട്ടുന്നുമില്ല, ഇവിടെ കൊടുക്കാനുമില്ല എന്ന് ലോക്കായിട്ട് അങ്ങനെയാണ് കമ്പനി ഏതാണ്ട് നിന്ന് പോകുന്ന അവസ്ഥയിലെത്തിയത്. ഇത് എഗെയിൻ കൂട്ടായിട്ട് ചിന്തിച്ചിട്ട് അല്ലാതെ ഞാൻ ഒരു സുപ്രഭാതത്തിലിരുന്ന് കണ്ടുപിടിച്ചതല്ല. പക്ഷെ ഇഷ്യൂ പെട്ടെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് അവരെനിക്ക് ഇൻപുട്സ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പുതിയ ക്രെഡിറ്റ് പോളിസി കൊണ്ടുവന്ന് ഈ 71 കോടിയിൽ ഏതാണ്ട് 60 കോടി നമ്മൾ മേടിച്ചെടുത്തു. വിതിൻ 2.5 മന്ത്സ്. ചെക്ക് ഉൾപ്പെടെ സെറ്റിൽ ചെയ്യാൻ പറ്റി. ഈ 51 കോടി കൊടുത്തു ഇതാക്കാൻ പറ്റി. ഒരു മുമ്പോട്ട് പോവുക മാത്രമല്ല ശരിക്കും ഏറ്റവും സന്തോഷകരമെന്ന് വെച്ചാൽ ഈ നവംബർ മാസം ഞാൻ അവിടുന്ന് മാറിയ മാസമാണ്. ഈ നവംബർ മാസം ഈ ക്യാംകോൻ്റെ ചരിത്രത്തിൽ അതായത് 1973 തുടങ്ങിയ കമ്പനിയാണ്. ഇത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നമ്മൾ നേടിയ മാസമാണ് ഈ കഴിഞ്ഞ നവംബർ. ഹിസ്റ്റോറിക് ഫസ്റ്റാണ്. അത് മുഴുവനും വിറ്റ് പോവുകയും ചെയ്തു. ഇത് സ്വാഭാവികമായിട്ട് ആ കമ്പനിയിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് എന്ന് പറഞ്ഞാൽ അവരുടെ കഞ്ഞിയാണത്. അവര് ആ ഒരു സ്ഥാപനത്തോട് അവർ കാണിക്കുന്ന കൂറാണ്. ആ കമ്പനി രക്ഷപ്പെടണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹത്തില് അതിനാണ് എന്നെ അവര് വിളിക്കുന്നത്. മാത്രമല്ല നമ്മൾ നല്ലൊരു ഇക്വേഷനിൽ വർക്ക് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ എനിക്ക് അവിടെ വീണ്ടും തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് ജനുവൻലി നമുക്ക് ഇഷ്ടം തോന്നും. അത്രയും നല്ല ഒരു ഓർഗനൈസേഷനാണ്. ദേ ഡിസേർവ് എ ലോട്ട്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രതികരണം കൂടിയായിരുന്നില്ലേ? ആ ഒരു സമയത്ത് നമുക്കുള്ള ഒരു അംഗീകാരം ഈ പരിമിതമായിട്ടുള്ള ഒരു 2.5 മാസ കാലയളവിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസം അവരിൽ ആർജിച്ചെടുക്കുക. അവരിങ്ങനെ അവരുടെ തന്നെ ഇന്റേണൽ രാഷ്ട്രീയം ഒക്കെ തന്നെ മറന്നുകൊണ്ട് ഒരാളിന് വേണ്ടിയിട്ട് വരിക എന്ന് പറയുന്നത് കുറച്ചൊരു ഇമോഷണൽ അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് സസ്പെൻഷനിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോസ് ഇട്ട് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യമല്ലേ? ഞാനിപ്പോഴും അവരുടെ ഒപ്പമുണ്ട് കേട്ടോ. അതായത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടുത്തെ സീനിയർ മാനേജ്മെൻറ്റും MDയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥരൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെ എല്ലാ സപ്പോർട്ടും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം ആ കമ്പനി രക്ഷപ്പെടണം എന്ന് എനിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യൽ അത്രയ്ക്കുണ്ട്. ഇപ്പോൾ ഒരു കഷ്ടി 200 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്നു. അത് 100ലേക്ക് കുറഞ്ഞു കഴിഞ്ഞ വർഷം. അപ്പോൾ അത് നമ്മൾ ഈ വർഷം തിരിച്ച് 200ന് മേലെ പോകും. നമ്മൾ കാണുന്നത് 2000 കോടി ടേൺ ഓവറിന് മേലെയുള്ള ഒരു കമ്പനിയാണ്. അത് ആക്ച്വലി ലിസ്റ്റഡ് കമ്പനി ആവേണ്ടതാണ്. അത്രയും ഇതിനകത്ത് ഹ്യൂജ് പൊട്ടൻഷ്യലാണ്. ഈ ഫാം മെക്കനൈസേഷൻ, ഹൈഡ്രോപോണിക്സ് 100 സാധനങ്ങളുടെ ഒരു എന്താ പറയുക ഡ്രോൺ സിസ്റ്റം, നമ്മൾ പുതിയ EV വെഹിക്കിൾസ് ഇതെല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ നബാർഡിൻ്റെ ഒരു 700 ക്രോഡ്സിൻ്റെ പ്രോജക്റ്റ് അതിലോട്ട് പമ്പിങ് ചെയ്യാണ്. അപ്പോൾ ഈ ഞാൻ പറയുന്നത് ഇത് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇതിൻ്റെ ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വിൽക്കുന്നത് എവിടെയാണ്? കേരളത്തിലും അല്ല. അതുകൊണ്ടാണ് പലർക്കും ക്യാംകോനെ പറ്റി വലിയ ധാരണയില്ല. ഇത് ആസാം, വെസ്റ്റ് ബംഗാൾ അവിടെ ഇവിടെയൊക്കെയാണ് ശരിക്കും നമ്മുടെ ഒറീസ ഒക്കെയാണ് മെയിൻ മാർക്കറ്റ്. ഞങ്ങൾ UP, ബീഹാറിലേക്കൊക്കെ ഈ വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ അങ്ങനെ കുറേ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇത് മുഴുവനും ഈ പൈസ കേരളത്തിലോട്ടാണ് വരുന്നതെന്ന് ആലോചിക്കണം. കേരളത്തിലെ ഈവൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൊക്കെയാണ് നമ്മുടെ സപ്ലയേഴ്സ്. അപ്പോൾ ഇത് ഒരു ഇക്കണോമിയിലേക്കാണ് ഇത്രയും പൈസ വരുന്നത്. ഇതിനൊക്കെയാണ് പ്രാധാന്യം. ഞാൻ പറഞ്ഞത് അവിടുത്തെ ജീവനക്കാർ, അവിടുത്തെ തൊഴിലാളികളുടെ ഒരു മഹത്വം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ സീ ദ ലാർജർ പിക്ചർ.
നമ്മൾ പൊതു ചർച്ചകൾ പോലും കേരളത്തിൽ വളരെ പെറ്റിയായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടു, പിച്ചി, മാന്തി ഇതൊക്കെ പറയുന്ന സമയത്ത് ഇവർക്ക് ആ ഇക്കണോമിയെ പറ്റി കാണാൻ പറ്റുന്ന ആ സ്കെയിൽ ഓഫ് ഓപ്പറേഷനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ വണ്ടർഫുൾ ടീം. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് അവരോട് ഇമോഷണലി മാത്രമല്ല എനിക്ക് നേരത്തെ പറഞ്ഞ ഇറവറൻസ് ഇല്ലാത്തത്. എനിക്ക് ഇവരോട് റെസ്പെക്റ്റാണ്. അവിടുത്തെ തൊഴിലാളികളോട് എനിക്ക് ജെന്യുയിനായിട്ടും റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അവർ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. കേവലം 2.5 മാസം മാത്രം അവർക്ക് നേരിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരാളിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഒന്ന് കാംകോ ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി അവർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് കാംകോയെ ശരിയായ ഒരു ദിശയിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. തന്നെയുമല്ല ഈ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ജീവനക്കാർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു ആകെത്തുകയായിട്ടാണ് ഞാനത് കാണുക. ഇതേ സമയത്ത് വേറൊരു കോൺട്രാസ്റ്റിംഗ് സംഭവം നമ്മുടെ ഈ സസ്പെൻഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളിങ്ങനെ ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഒരു സംശയമുണ്ടെങ്കിൽ അത് നിവാരണം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ കാണുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ ചർച്ചകളിൽ തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഒരു ഇമെയിലിൻ്റെ ഐഡിയുടെ പാസ്വേഡ് കിട്ടുന്നില്ല, അത് പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കംപ്ലയിൻ്റ് എങ്കിൽ എനിക്കിതൊന്ന് ചോദിച്ചാൽ കിട്ടണം. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ചോദിച്ചാൽ അത് കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് ഓഫീസർമാർ പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് നമ്മുടെ ഒരു സിവിൽ സർവീസ് സിസ്റ്റം മാറിയിട്ടുണ്ടോ? അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ലെവലിലൊരു ഗൂഢാലോചന നടത്തിയാൽ പോലും അങ്ങനെയുള്ള ഒരു കാര്യം നടത്തിയെടുക്കാൻ കഴിയുമോ? 1-2 ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഉം. ഒരാളിനെ കുരുക്കണം, കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ അതിന് സാധ്യമായിട്ടുള്ള ഒരു സ്കോപ്പ് ഇപ്പോഴും ഉണ്ടോ? ആം, നല്ല ചോദ്യം. ആക്ച്വലി ക്യാംകോയിലുള്ള അതുപോലെ ഒരു മനോഹരമായ ടീം ശരിക്ക് SC/ST ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടായിരുന്നതാണ്. വളരെ ഭംഗിയായിട്ട് അവിടെ 100 കാര്യങ്ങൾ ചെയ്ത് പോയി. നമ്മൾ ആക്ച്വലി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റ് നോക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് നമുക്ക് തോന്നി. അഭിമാനം തോന്നി. കൊള്ളാലോ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത്. കാരണം ഇത് സീറോ ബഡ്ജറ്റിൽ ചെയ്തതാണ്. ഉന്നതി എന്ന് പറഞ്ഞാൽ സീറോ ബഡ്ജറ്റാണല്ലോ. ഒരാളെയും അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഒരു നയാ പൈസ ചെലവാക്കിയിട്ടുമില്ല. കൂട്ടായ്മയിലാണ്. കമ്പാഷണേറ്റ് കോഴിക്കോട് ചെയ്ത പോലെ നമ്മൾ കാരണം ബഡ്ജറ്റിൽ നിന്ന് പൈസ തരുന്നില്ല. അപ്പോൾ റിലീസ് തരാത്തതുകൊണ്ട് കടലാസിൽ മാത്രം ഉന്നതി എന്ന് പറഞ്ഞൊരു സംഘടനയും ഞാൻ CEO ആയിട്ട് ഇരുന്നിട്ട് എന്ത് കാര്യം. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ IITന്നും IIMന്നും IRMAന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെയുള്ള കുട്ടികളെ ഇന്റേൺഷിപ്പിന് വിളിച്ച് ഇതെല്ലാം നമ്മൾ പേഴ്സണൽ കോൺടാക്ട്സ് യൂസ് ചെയ്തിട്ടാണ്. ആകെ ഒരു മെയിൽ ഐഡിയും തുറന്നിട്ട് ചെയ്യാണ്. ഇത് ആർക്കും മെയിൽ ഐഡി തുറന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് എൻ്റെ മെയിൽ ഐഡിയുടെ പാസ്വേഡ് ഞാനിപ്പം കൊടുക്കാൻ പറ്റുമോ എനിക്ക്? ഇത് മുക്കാഭാഗവും നമ്മളെ പേഴ്സണൽ കോൺടാക്ട്സിലാണ് ഇത് ഓടിയത് ഈ വണ്ടി. ഇപ്പോൾ ഇവിടെ ടെക്നോ പാർക്കിലുള്ള പല കമ്പനികളുമായിട്ട് അവരുടെ CSR ഫണ്ട് ചോദിക്കുക. നമ്മൾ പൈസ കൊടുക്കുന്നില്ല. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഇവരുമായിട്ട് ഇപ്പം സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്ന് അവരുമായിട്ടൊരു MOU സൈൻ ചെയ്തിട്ട് അവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഈ MOUൻ്റെ കോപ്പി അവരുടെ കയ്യിലുണ്ട്, ഇവിടെ ഉണ്ട്. ഇതിപ്പം ഈ കാണുവാനില്ല എന്നൊക്കെ പറയുന്ന സാധനം അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാണുവാനില്ല എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ കാണാതായതാണോ എന്ന് ശരിക്കും ചിന്തിക്കേണ്ടതാണ്. അവിടെ ഉള്ള ടീമിലെ ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാം. അവിടെ ഇപ്പോഴും STയിലോ SCയിലോ ഉള്ള നമ്മുടെ ഉണ്ടായിരുന്ന അഡീഷണൽ സെക്രട്ടറിമാർ, ജോയിന്റ് സെക്രട്ടറിമാർ ഇവരെല്ലാവരും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണല്ലോ. ആരുടെ ചോദിച്ചാലും എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ക്യാംകോനെ പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിരുന്നതാണ്. ഇതിൽ ഒരു വ്യാജമായിട്ടുള്ളൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തത് ഒരു സാധനം കാണുവാനില്ല എന്നൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോൾ നമുക്ക് ഈ ഓഫീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉള്ളതുകൊണ്ട് സാധിക്കില്ല. ശരിക്കും ഇപ്പം ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ കാണുവാനില്ല എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് കാണുവാനില്ല എന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ 3-ാം മാസം ആ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ട് പോയി. അത് പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ ഇരിക്കുന്ന ഇദ്ദേഹം ഡോക്ടർ ജയതിലക എൻ്റെ സുപ്പീരിയർ ഓഫീസർ അല്ല ആക്ച്വലി. ഐ ആം നോട്ട് ഹിസ് സബോർഡിനേറ്റ്. അപ്പോൾ പിന്നെ ഇൻസബോർഡിനേഷൻ എന്ന് പറഞ്ഞ വാക്ക് പോലും അവിടെ ഇറവറൻസ് വരില്ല. റെലവൻസ് വരുന്നില്ല. എൻ്റെ ബോസ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ ബി അശോകാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ സ്വസ്ഥമായി മിണ്ടാതെ പണിയെടുത്തങ്ങ് പോവുകയാണ്. അപ്പോൾ 5-ാം മാസം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് എല്ലാ ഡോക്യുമെൻറ്റും അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓൾ ഫയൽസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഇൻ ദ പൊസഷൻ ഓഫ് ദ ഫോർമർ CEO ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് വെച്ചാൽ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാം എന്ന് തന്നെ പറയുന്നെങ്കിൽ അത് മിനിസ്റ്ററുടെ ഓഫീസിൽ കിട്ടി. മിനിസ്റ്റർ അത്
ഡോക്ടർ ജയതിലകിന് കൈമാറുകയും ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് 5-ാം മാസത്തിലുണ്ട് കേട്ടോ. അത് ശ്രീ ഗോപാലകൃഷ്ണന് കൈമാറിയതായിട്ടും പറയുന്നു 5-ാം മാസം. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ 6-ാം മാസമാണ് ശ്രീ ഗോപാലകൃഷ്ണന് പെട്ടെന്നൊരു വെളിപാടുണ്ടാവുന്നത്. ഇതിൽ ചില ഫയലുകൾ മിസ്സിംഗ് ആണ്. ചില ഫയൽ ഏതാണെന്നുള്ളതാണ് അതിലും രസം. കാരണം ഇപ്പോൾ സിമ്പിൾ ഉദാഹരണം പറയാം. ഉന്നതിയുടെ ആദ്യത്തെ ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് കാണുവാനില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ബോർഡ് മീറ്റിംഗൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം. 2ാമത്തെ ബോർഡ് മീറ്റിങ്ങിൻ്റെ അജണ്ടയിലെ ഫസ്റ്റ് ഐറ്റം ആയിരിക്കും ഫസ്റ്റ് ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്. അതുപോലെ അജണ്ട നോട്ട്സ് ഇല്ലാന്ന്. ഡോക്ടർ ജയതിലകും ശ്രീ ഗോപാലകൃഷ്ണനും ഈ ബോർഡിലെ അംഗങ്ങളാണ്. അവർക്കല്ലാതെ തന്നെ ഈ അജണ്ട കോപ്പി കിട്ടുന്നതാണ്. അപ്പോൾ അത് കാണുവാനില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവർക്ക് അവരുടെ കോപ്പി പോലും ഇല്ലേ അപ്പോൾ? ഇത് ചുമ്മാ പറയുന്നതാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണെന്ന് അറിയുന്നവർക്ക് മനസ്സിലാവും. ഇത് ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ 6-ാം മാസം ഇല്ല എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുന്നു. 7-ാം മാസം ഒരു കത്ത് കൊടുക്കുന്നു. ഈ 2 കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജയതിലക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ട് എന്നിട്ട് കൃത്യമായിട്ട് ഒരു പത്രത്തിൽ അച്ചടിച്ച് വരുന്നു, വാർത്തയാവുന്നു. നമ്മൾ വിചാരിക്കും എല്ലാം കൊള്ളാമല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളതാണ്. ഈ ഓഫീസ് സംവിധാനം ഉണ്ടല്ലോ ഇവിടെ. ഈ ഓഫീസ് തുറന്ന് ചുമ്മാ നോക്കിയാൽ മതി. ഇത് ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ ജയതിലക് തന്നെ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ കുറേ മാധ്യമങ്ങൾക്ക് റിലീസ് ചെയ്ത് കൊടുത്തു. ഈ ഓഫീസ് ഡൗൺലോഡ് ചെയ്ത് ആരാ ഡൗൺലോഡ് ചെയ്തവന് അതിൻ്റെ താഴത്തല വരും. അപ്പോൾ ഡോക്ടർ ജയതിലകിൻ്റെ ഓഫീസിൽ ഡൗൺലോഡ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം സർക്കുലേറ്റ് ചെയ്തതാണ്. എനിക്കെതിരെ എന്തോ വലിയ സംഭവം എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ടെക്നോളജി അറിയാത്തതുകൊണ്ടായിരിക്കും. ഈ ഓഫീസിനകത്ത് തന്നെ നോക്കിയാൽ ഈ 6-ാം മാസവും 7-ാം മാസവും കിട്ടിയെന്ന് പറഞ്ഞ ആ 2 കത്തുകൾ, ഡോക്ടർ ഈ ഗോപാലകൃഷ്ണൻ കൊടുത്ത കത്തുകൾ, 2 പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കത്തിന് ഫയൽ നമ്പർ ഇല്ല. ആ കത്തിന് ലെറ്റർ നമ്പർ ഇല്ല. ലെറ്റർ ഹെഡിലല്ല. ഇദ്ദേഹം SC ഡയറക്ടർ എന്ന് പറഞ്ഞ് കൊടുത്തതായിട്ടാണ് ഈ 2 കത്തുകളും കാണുന്നത്. ഇത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു മാധ്യമ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ജയതിലക് തന്നു എന്ന് പറഞ്ഞ് തന്നപ്പോഴാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ. ഈ 2 കത്തിനും സാധാരണ സർക്കാർ കത്തിൻ്റെ ഒരു സ്വഭാവമേ ഇല്ല. അപ്പോൾ ഈ 2 കത്തുകൾ 6-ാം മാസവും 7-ാം മാസവും ഉള്ള ഈ കത്തുകൾ ഫയലിൽ വന്ന ഡേറ്റുകൾ നമുക്ക് കറസ്പോണ്ടൻസ് സൈഡുണ്ട് ഈ ഓഫീസിൽ. ഈ ഓഫീസിൽ കറസ്പോണ്ടൻസ് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഈ 2 കത്തും യഥാർത്ഥത്തിൽ ആ ഫയലിൽ കയറ്റിയിരിക്കുന്നത് 8-ാം മാസം. 8-ാം മാസം 1-ാം തീയതി ഒരേ ദിവസം ഒരേ സമയത്താണ് ഈ കത്തും കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വേറൊരു കോയിൻസിഡൻസ് കൂടെ ഉണ്ട്. ഈ 8-ാം മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ 8-ാം മാസമാണ് ഡോക്ടർ ജയതിലക് ഈ വകുപ്പ് വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇവനിട്ട് പണിതിട്ട് പോകണം. ദിസ് ഈസ് ദ പ്രോബ്ലം. ഞാൻ പറയുന്നത് ഒരു പക, ദേഷ്യം. ഇദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ കുറേ നാളായി അവിടുത്തെ മറ്റ് സ്റ്റാഫ്, അഡീഷണൽ സെക്രട്ടറി ഇവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം എന്നോടുള്ള പകയും ദേഷ്യവും എങ്ങനെ തീർക്കണം എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് അതും ഇതെന്ന്. ദൈവം സഹായിച്ച് നമ്മൾ വരിവെട്ടിപ്പിലൊന്നും ചെയ്തിട്ടുമില്ല. ഉന്നതിയായ കുറേ ആക്ടിവിറ്റീസ് നടന്നു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഉന്നതിയുടെ ഒരു ഭാഗത്തും അദ്ദേഹം തിരിഞ്ഞു നോക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയില്ല ഉന്നതി 0 ബഡ്ജറ്റിലാണ് ഓടുന്നത്. പരമാവധി ഇതിനകത്ത് തപ്പി എന്തെങ്കിലും പിടിക്കാൻ പറ്റുമെന്ന് ഒന്നും ഇല്ലയെന്ന് അവസാനമാണ് ഒരുപക്ഷെ ഞാൻ അസ്യൂം ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 8-ാം മാസം ഇദ്ദേഹം പോകാറായപ്പോൾ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ട് പറയുന്ന പോലെ നിരന്ത് ഇത് എഴുതി തന്നു. കാരണം ഈ 2 ലെറ്ററും അറ്റാച്ച് ചെയ്തിരിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. ഈ ഓഫീസിൽ ഇതെല്ലാം രേഖ വരും. ഇവർക്കത് അറിയില്ല എന്ന് തോന്നുന്നു. പിന്നെ ഗോപാലകൃഷ്ണൻ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ലെറ്റർ കൊടുക്കുന്നതിലും വ്യാജമായിട്ട് പരാതി കൊടുക്കുന്നതിലൊക്കെ കുറച്ചൊരു പ്രാവീണ്യമൊക്കെ ഉള്ള ആളാണ്. സോ ഐ ആം നോട്ട് സർപ്രൈസ്ഡ്. ബട്ട് എന്നെ പറയുന്നത് ഗവൺമെൻറ്റിൽ ഇൻറ്റഗ്രിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു സിവിൽ സർവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എന്ത് വ്യാജമായിട്ട് പരാതിയും എന്ത് വേണമെങ്കിലും ഒരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണെങ്കിലും എഴുതി കൊടുക്കാൻ പാടുണ്ടോ? ഇപ്പോൾ കുറച്ച് ഫയലും മറ്റേതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം സപ്പോസ് ഇതിപ്പോൾ ഉന്നതി ആയതുകൊണ്ട് 0 ബഡ്ജറ്റിലായതുകൊണ്ട് ഇതൊന്നും അതിൽ വലിയ എന്താ പറയുക ഗൗരവമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും ഒന്ന് ആലോചിച്ചു, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റോ ഫണ്ടിങ് റിലേറ്റഡോ അല്ലെങ്കിൽ തീരുമാനം റിസ്ക് എടുത്തൊക്കെയല്ലേ നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് പോകുന്നത്. ഇങ്ങനെയുള്ള ഫയലിന് എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ വൾനറബിളായി പോകും. ഇത് എല്ലാവർക്കും താഴെയുള്ളവർക്കൊക്കെ പേടി ഇതാണ്. മേലുദ്യോഗസ്ഥർ ഇങ്ങനെയൊക്കെ കുരുക്കാൻ വേണ്ടി. അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാവർക്കും പേടി അതുകൊണ്ടാണ്.
പിന്നാലെ നടന്ന് പക തീർക്കും. എല്ലാവരും എത്രയോ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അദ്ദേഹം ഭയങ്കര ഡേഞ്ചറസ് ആണ്. എത്രയോ പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. സാറ് സൂക്ഷിക്കണം. സാറ് പോയി സോൾവ് ആക്കണം. പോയി കാല് പിടിക്കണം എന്നൊക്കെ. ഞാൻ അന്നും ഇന്നും പറയുന്നൊരു കാര്യം, ഈ ഞാനിവിടെ ആരുടെയും കാല് പിടിക്കാൻ വേണ്ടിയല്ല ഈ സർവീസിൽ കയറിയിരിക്കുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകണ്ടേ. അത് അഹങ്കാരമായിട്ടൊക്കെ തോന്നാൻ തുടങ്ങിയാൽ വലിയ കഷ്ടമാണ്. അതിന് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതിനൊക്കെയാണ് സെൽഫ് റെസ്പെക്ട്, ആത്മാഭിമാനം എന്നൊക്കെ പറയുന്നത്. ചുമ്മാ പോയി ആൾക്കാരെ പേടിച്ച് കയ്യും കാലും പിടിക്കണം. ഒരു വിധേയത്വം കാണിക്കണം. ദാറ്റ് ഈസ് ടൂ മച്ച്. ഇപ്പൊ ഈ ഓഫീസിനെ പറ്റി പറഞ്ഞത് ദൈവത്തിന്റെ കണ്ണ് എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്ക് വരുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം വെച്ച് നോക്കിയാൽ. ഈ സാങ്കേതികതയെ ഒരുപക്ഷെ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും പിടിക്കപ്പെടില്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പോവുക. അതല്ലെങ്കിൽ ഒരേ ദിവസം, ഒരേ സമയത്ത് ഇതൊക്കെ വരിക എന്ന് പറയുന്നത് കോയിൻസിഡൻസ് അല്ലല്ലോ. എന്തായാലും ഇതൊരു കോയിൻസിഡൻസ് അല്ല. ഇതൊന്നും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരു കുഴപ്പവുമില്ല. നമുക്കൊന്നും വരികയില്ല എന്നുള്ളൊരു ഒരു അറഗൻസ് ഉണ്ടല്ലോ. ഈ പവറിൽ ഇരിക്കും തോറും, അല്ലെങ്കിൽ അധികാര ശ്രേണിയിൽ ഇങ്ങനെ മേലെ മേലെ കയറി പോകുന്തോറും ഒരു അറഗൻസ് വരും. നമുക്ക് എന്തും ചെയ്യാം, ആരെയും എന്തും ചെയ്യാം. അതുകൊണ്ടാണല്ലോ ഈ അധികാരം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പം പലതും ആൾക്കാർ ചെയ്യുന്നത്. ഒരു ഗ്രൗണ്ടിങ് നഷ്ടപ്പെട്ടു പോകും. എനിക്കതാ തോന്നുന്നത്. അപ്പോൾ ഈ അല്ലെങ്കിൽ ഇത്രയും കെയർലെസ് ആയിട്ട് ഒരു ഒരു ഫേക്ക് പരിപാടി ചെയ്യാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ മറ്റേ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്ന മാതിരിയുള്ള മണ്ടത്തരങ്ങളാണ്. ഞാൻ പറഞ്ഞ ഈ മണ്ടത്തരങ്ങളാണിത്. പക്ഷേ ഒരുപക്ഷെ ദൈവം എൻ്റെ ഭാഗത്ത് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. ഐ വാസ് ജസ്റ്റ് പ്ലെയിൻ ലക്കി. കാരണം ഈ ഓഫീസിനകത്താണ് സപ്പോസ് ഇവർ ഒരു ഫിസിക്കൽ ഫയൽ ഉണ്ടാക്കിയിട്ട് ഇതേ പരിപാടി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തെളിയിക്കാൻ പോലും പറ്റില്ല. ഞാൻ പെട്ടുപോയില്ലേ. എന്ന് മാത്രമല്ല, അത് ഞാൻ തെളിയിക്കാൻ എത്ര നടക്കണം. ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓഫീസ് വഴി അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് ഞാനിപ്പോൾ എവിടെ ചെന്നാലും നിർബന്ധമാക്കാറുണ്ട്. ഈ ഓഫീസ് വഴി അല്ലാതെ ഒരു ഫയലും നോക്കില്ലാന്ന്. കാരണം അതൊരു സുരക്ഷയാണ്. ആർടിഐ ഒരു സുരക്ഷയാണ്. ഇതൊക്കെ ഈ നേരാവണ്ണം പണി ചെയ്ത് പോകുന്നവർക്ക് ഇതൊരു വലിയ സുരക്ഷയാണ്. അല്ലാത്തവർക്ക് ഇതൊക്കെ വലിയ ശല്യമാണ്. എല്ലാം, അതായത് ഭരണഘടന പോലും എത്രയോ പേര് സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ പറയുന്നത് കേട്ട്, ഈ ഭരണഘടന കാരണം നേരെ ചൊവ്വേ ഭരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ ഈ ഒരു വിഷയം തന്നെ വളരെ ലൈറ്റായിട്ടാണ് സംസാരിച്ചത് ഉം. അല്ലേ? നമ്മൾ സാധാരണ ചിരിച്ച് കളിച്ച് നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ പറഞ്ഞു. പക്ഷേ ഇത് സത്യത്തിൽ നമ്മളിതിൽ ഈ തമാശ എലമെന്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ജോക്സ് അപ്പാർട്ട്, എത്ര ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു അപേക്ഷ വരുന്നു. നേരത്തെ തന്നെ എല്ലാം ഇവിടെ ഈ ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്, വേണ്ടിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം വന്നിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ഓൺ റെക്കോർഡ് ഉള്ള ഒരു സംഭവത്തിനെ പിന്നീട് കുറച്ചധികം ഡോക്യുമെന്റുകൾ അതിലേക്ക് കൂട്ടിച്ചേർക്കലുകൾ നടക്കുന്നു. ആ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞു. ഏത് മാസം, ഏത് തീയതി, ഏത് സമയം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. ഇത് ദുഷ്ടലാക്കോടുകൂടി ചെയ്തിരിക്കുന്നതാണ് എങ്കിൽ, ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടി നമുക്ക് സംസാരിക്കാം, സർക്കാരിനത് കാണാൻ കഴിയുമോ? ഈ സിസ്റ്റത്തിനത് കാണാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഗുരുതരമായിട്ടുള്ള നടപടികൾ, ഇതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? ഇപ്പം എൻ്റെ ഒരു കീഴുദ്യോഗസ്ഥനാണ് ഇതുപോലെ ഒരു ഫയലിൽ തിരിമറി നടത്തിയെങ്കിൽ അയാൾ സർവീസിൽ തുടരില്ല. അത്രയും ഞാൻ ഉറപ്പുവരുത്തും. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടപടി എടുത്തിട്ടുണ്ട്. ഞാൻ അക്കാര്യത്തിൽ അത്ര വലിയ ചിരിയും കളിയൊന്നും എനിക്കില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ KTDCയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആകെ ജീവിതത്തിൽ ഒരാളുടെ ജോലി അങ്ങനെ തെറിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളൂ. അവിടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കമ്പ്യൂട്ടർ ഉൾപ്പെടെ CCയെയും CDACനെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ആ സമയത്ത് എന്തൊക്കെ പ്രഷർ ഇടാൻ പറ്റുമോ എല്ലാം ആ വ്യക്തി ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കലി എല്ലാ വശത്തു നിന്നും. പക്ഷേ അയാളെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓവറായിട്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതൊക്കെ ഷോ നടത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കമ്പനി സെക്രട്ടറി. അപ്പോൾ അവരുടെ കൗൺസിലുണ്ടല്ലോ, അവിടെയും പരാതി വിട്ട് അവിടുന്ന് അതിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് കളയുന്നവർ. കാരണം വിശ്വസിക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞത് ഇൻറ്റഗ്രിറ്റി, കഴിവ് ചിലപ്പം കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത്തരക്കാർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. സിസ്റ്റത്തിന് തന്നെ ഡേഞ്ചറസ് ആണ്. എങ്ങനെയാണ് സർക്കാർ ഫയലിനകത്തൊരു തിരിമറി നടത്താൻ ധൈര്യം കാണിക്കുന്ന ഒരു ആളെ ഈ മനുഷ്യൻ്റെ ജീവനും സ്വത്തും ഒക്കെ ഏൽപ്പിക്കാൻ പറ്റുക? ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലല്ലേ ഒരു IAS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും നമ്മൾ ഒരു ഫയലിനകത്ത് ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഒരല്പം ആത്മാർത്ഥത, ഒരല്പം കമ്പാഷൻ, ഒരല്പം സത്യസന്ധത, ഇതൊക്കെയാണ് സത്യത്തിൽ വേണ്ടത്. ഭയങ്കര ബ്രില്യൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും.
അവിടെ കള്ളം പറയാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും കള്ളം പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, ആഹ്, അല്ലെങ്കിൽ ഇതുപോലെ പകവെച്ച് ആൾക്കാരെ ഉപദ്രവിക്കാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തി, സർക്കാർ ഫയലിൽ തിരിമറി. ഞാന് സുക്കർബർഗിന്റെ പേജിൽ പോയി 2 കമന്റ് അടിക്കുന്ന പോലെ അല്ല സർക്കാർ ഫയലിനകത്ത് വ്യാജമായിട്ട് തിരിമറി നടത്തുന്നത്. ഇതിന്റെ ആ ഗ്രാവിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് ലൈറ്റായിട്ട് പറഞ്ഞു പോകാൻ പറ്റും. പക്ഷേ ആസ് യു റൈറ്റ്‌ലി സെഡ്, സർക്കാർ ഫയലിനകത്ത് ഈ തിരിമറി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ആസ് എ ലോ ഗ്രാജുവേറ്റ് പറയാതെ വയ്യ. ഒത്തിരി ക്രിമിനൽ പ്രൊവിഷൻസ് അതിനകത്തുണ്ട്. ആക്ച്വലി ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് എഫ്ഐആർ എത്രയും പെട്ടെന്ന് ഇട്ട് നടപടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം പബ്ലിക് ഡൊമെയിനിൽ ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ടും അതിൽ ആക്ഷൻ പോകുന്നില്ലെങ്കിൽ സിസ്റ്റത്തിന് കാര്യമായിട്ട് ഗുരുതരമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതിലേക്ക് നമ്മളും ആ ഒരു കൺക്ലൂഷനിലെത്തേണ്ടി വരും. ഇപ്പം ഞാൻ പലപ്പോഴും എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ സിസ്റ്റം എല്ലാം ഒന്നും നന്നാക്കാനൊന്നും പറ്റില്ല. പക്ഷേ എൻ്റെ ഡൊമെയിനകത്തുള്ള സാധനം ഞാൻ ക്ലീനായിട്ട് നോക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ കൃഷി വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി നിൽക്കുകയാണെങ്കിൽ എന്നിലൂടെ പോകുന്ന ഒറ്റ ഫയലിനകത്തും ഞാൻ ഈ മാതിരി തരികിട പരിപാടിയോ അല്ലെങ്കിൽ എൻ്റെ കീഴിൽ വരുന്ന എൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നവരുടെ കാര്യത്തിൽ ദാറ്റ് ഐ ടേക്ക് എ സ്റ്റാൻഡ്. എന്ന് വെച്ചാൽ അപ്പുറത്തും പോയി നന്നാക്കാം, ഇപ്പുറത്ത് പോയി നന്നാക്കാം, മറ്റൊരു എല്ലാവരെയും ഞാൻ ഉപദേശിക്കുക, അതൊന്നും ഞാൻ ചെയ്യാനൊന്നും പോകാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ ജയതിലകനെ ആയാലും അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനെ ആയാലും നന്നാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് മാറി നിന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്ന വിഷയം ദാറ്റ് മച്ച് ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ് വെരി ക്ലിയർ. എന്ന് മാത്രമല്ല, ഞാനിത് പബ്ലിക് ഡൊമെയിനിൽ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ മനസ്സിലാക്കണം. ഇത് വ്യാജമായിട്ടൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് അവിടെ ചുമ്മാ ഇരുന്നതല്ല. അതെനിക്കും അറിയാമായിരുന്നു. വ്യാജമായിട്ട് അവിടെ ഫയലൊക്കെ ഉണ്ടാക്കും, അതൊക്കെ ചെയ്യുന്നൊക്കെ ഞാൻ ഫയലിൽ തന്നെ ഫൈറ്റ് ചെയ്യാനും തയ്യാറായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കി പോയ എൻ്റെ എക്സ്പ്ലനേഷനിൽ ചോദിക്കുക, ഞാൻ കൊടുത്തോളാം. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണെന്ന് കാണിക്കാൻ ഈ ഓഫീസിൽ ഒറ്റ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അതൊന്നും വലിയ വിഷയമല്ല. പക്ഷേ ഒരു മാതൃഭൂമി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് ചേർന്നിട്ട് ഈ ഫേക്കായിട്ടുള്ള വാർത്തയും കൂടെ അച്ചടിച്ച് അങ്ങ് നാറ്റിച്ചിട്ട് സുഖമായിട്ട് അങ്ങ് പൊക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഇപ്പം ഈ ഗൂഢാലോചനയിൽ മാതൃഭൂമിയുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്നും കൂടെ പുറത്തു വരണ്ടേ? ഇത് അത്ര നിഷ്കളങ്കമല്ല ഇത്. എങ്ങനെയാണ് 2 ഐഎഎസ് ഉദ്യോഗസ്ഥർക്ക് ഇതിന് ധൈര്യം വരിക? മറ്റൊരു ഐഎഎസ് ഓഫീസർക്കെതിരെ ഫേക്കായിട്ടുള്ളൊരു 2 ഫേക്ക് ഡോക്യുമെന്റ്സ് ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. 6-ാം മാസവും 7-ാം മാസവും 2 ഫേക്കായിട്ടുള്ള, എന്ന് മാത്രമല്ല ഇതിൽ ഡോക്ടർ ജയതിലയ്ക്ക് തെറ്റായ ഒരു ഫേക്കായിട്ടുള്ള ഡേറ്റ് പോലും ഇനീഷ്യൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ. അതായത് അന്നേ ഡേറ്റിൽ കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ദൈവത്തിൻ്റെ കണ്ണ് ഈ ഓഫീസിലുണ്ട്. ഈ ഓഫീസിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് അത് സ്കാൻ ചെയ്ത് കയറ്റിയിരിക്കുന്നത്. അത്ര പോലും വ്യക്തത ആ സിസ്റ്റത്തിനകത്തുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഞാനത് പബ്ലിക് ഡൊമെയിനിൽ പറയാത്ത വേറെ ഉണ്ട് ഇഷ്യൂസ്. അതായത് സി എന്നെ ഫയൽ എഴുതാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫയലിൽ ഒപ്പീനിയൻ എഴുതാതിരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നും നടക്കാതെ വന്നപ്പോൾ ആക്ച്വലി ഇത് പലർക്കും അറിയില്ല. സെക്രട്ടേറിയറ്റിനകത്തുള്ള ഫയൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിയോ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് ഓർഡറായിട്ടാണ് കിടക്കുക. അതിന് മിനിസ്റ്ററുടെ അപ്രൂവൽ വേണം. കാരണം മിനിസ്റ്ററാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഫയൽ. കാരണം അദ്ദേഹത്തിനെയാണ് നമ്മളൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്. അല്ലാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒന്നും അല്ല അഡ്വൈസ് ചെയ്യുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയും സ്പെഷ്യൽ സെക്രട്ടറിയും എല്ലാവരും മിനിസ്റ്ററെയാണ് അഡ്വൈസ് ചെയ്യുന്നത്. മിനിസ്റ്ററാണ് തീരുമാനം, മിനിസ്റ്ററാണ് ഗവൺമെൻറ്. അങ്ങനെയാണ് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ്സും സെബുപെക് ന്യായാലയവും ഒക്കെ. അപ്പോൾ ഈ നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരാളുടെ അഡ്വൈസ് ഈ റൂട്ടിനകത്ത് ഒരാളുടേത് എടുത്ത് കളയണം എന്ന് ഈ റൂട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ തീരുമാനിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ഒരു ഡേഞ്ചർ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇദ്ദേഹം ഒരു നോട്ട് ഇറക്കുക ചെയ്തത്. നോട്ട് ഈവൺ ആ ഓഫീസ് ഓർഡർ, ഒരു നോട്ട്, ചുമ്മാ ഒരു നോട്ട് എഴുതിയിട്ട് താഴെയുള്ളവർക്ക്, എന്നിട്ട് അവർ ഓരോരുത്തരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഈ ഓരോ ഓഫീസറും, ഈ അഡീഷണൽ സെക്രട്ടറിമാരും ജോയിന്റ് സെക്രട്ടറിയും ഓരോരുത്തരും എന്നെ വന്ന് പേഴ്സണലി കണ്ടിട്ട് അവർ പറഞ്ഞു, സാറിങ്ങനെ ഒക്കെ പറയണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നേരിട്ട് അയക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല സാറേ, ഇത് 1 റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്, 2 ഞങ്ങൾക്ക് റിസ്ക് ആണ് സാർ. കാരണം അദ്ദേഹം ഫയൽ നോക്കാറില്ലല്ലോ. കാരണം ഇത് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം ഫയൽ നോക്കാറില്ല, ഒന്നും ചെയ്തിട്ട് ഈഗോ മാത്രമാണ്. അപ്പോൾ ഈ ഫയൽ നോക്കുകയോ പഠിക്കുകയോ ചെയ്യാതിരുന്നതിന് ഇവർക്കും റിസ്ക് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഫയൽ കാണണം എന്ന് ഇവർ നിർബന്ധം പിടിക്കാറുണ്ട്. ഇത് ഞാൻ എന്നെ പൊക്കി പറയില്ല കേട്ടോ, ഇവർ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ ചില കാര്യം എന്നിട്ട് ഇൻഫോർമലി, യു ഡോണ്ട് ബിലീവ് ഇറ്റ്, ഇദ്ദേഹം നോക്കിവിട്ട് എനിക്ക് യെല്ലോ നോട്ട് ഇട്ടിട്ട് ഇവർ അയക്കുമായിരുന്നു. സാർ, ഈ ഫയൽ പ്രശ്നമുണ്ട് സാർ, ഇതൊന്ന് നോക്കി ഒന്ന് അഡ്വൈസ് ചെയ്യാമോ എന്ന്. യെല്ലോ നോട്ട് ഇട്ട് അയച്ചു കഴിഞ്ഞാൽ രേഖ വരത്തില്ല. അപ്പോൾ യെല്ലോ നോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്താൽ മതി എന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇങ്ങനെയൊന്നും അല്ല ഗവൺമെൻറ് വർക്ക് ചെയ്യേണ്ടത്. ബട്ട് ഹി വാസ് ഏബിൾ ടു ഗെറ്റ് അവേ വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. ഇത് ഞാൻ പരാതിയായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിലും ഗുരുതരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സിനകത്ത് കിടന്ന ഒരു ഫയൽ നിയമവിരുദ്ധമായിട്ട്, അതായത്
പാസ്വേഡ് ഇട്ടിട്ടുള്ളതാണ്. നമ്മളെ ഇ-ഓഫീസ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ആക്സസ് റെസ്ട്രിക്റ്റഡ് ആണ്. എനിക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫയലില് വൈകിട്ട് ഞാൻ ഫുൾ ഫയൽ ക്ലിയർ ചെയ്തിട്ടാണ് ഇറങ്ങുക. എല്ലാം ക്ലിയർ ചെയ്ത് അവസാനം ഒരു ഫയൽ കിടക്കും. ആ ഫയലില് കുറച്ച് പ്രശ്നം പിടിച്ചൊരു ഫയലായിരുന്നു. ആം, ആ ഫയല് ഞാൻ പകുതി നോക്കിയിട്ട് ഒരു നോട്ട് പകുതി അടിച്ചു. നോക്കുമ്പോൾ ഇത് നല്ല കുഴപ്പം പിടിച്ച ഫയലാണ്. കുറച്ച് കോടികളുടെ വിഷയം ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. അത് നേരെയുള്ളൊരു ഫയലല്ല. അപ്പോൾ ഇത് വിശദമായി നാളെ നോക്കാമെന്നും പറഞ്ഞ് രാത്രി അപ്പോഴേക്കും 8, 8:30 ആയി. ഞാൻ അത് വൈൻഡപ്പ് ചെയ്ത് നാളെ നോക്കാമെന്നും പറഞ്ഞു പോയി. നെക്സ്റ്റ് ഡേ രാവിലെ ഒരു 10, 10:30ക്ക് ഞാൻ ഓഫീസിൽ വന്ന് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ഇൻബോക്സിൽ ഈ ഫയലില്ല. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഇത് പോയത്? ഇത് എനിക്ക് ഓർമ്മയുണ്ട്. അത്രയ്ക്കൊന്നും നമുക്ക് ഓർമ്മക്കുറവ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫിലേക്ക് വിളിച്ചു. ഞാൻ കുറച്ച് സംശയിച്ചു. എൻ്റെ സ്റ്റാഫ് കയറി എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ അവരാരും ആക്സസ് ചെയ്തിട്ടില്ല. അവരും എല്ലാം പേടിച്ചു പോയി. അവരെന്തോ അവരറിയാതെ ആരെങ്കിലും കയറിയോ? ആകെ സീനായി. അവസാനം അവിടുത്തെ ഇ-ഓഫീസുകാരെ വിളിച്ച് നോക്കുമ്പോഴാണ് അവർ പറയുന്നത്, ബാക്ക് എൻഡിന്ന് എൻ്റെ ഈ ഫയൽ ആക്സസ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാക്ക് എൻഡിന്ന് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? ഞാൻ ഓഫീസിൽ ഉണ്ടല്ലോ. സാധാരണ ഈ ബാക്ക് എൻഡിന്ന് ഫയൽ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫറായി പോകണം. അല്ലെങ്കിൽ അയാൾ ലോങ് ലീവിൽ പോകണം. അപ്പോൾ അത്യാവശ്യമുള്ളൊരു ഫയൽ ഇൻബോക്സിൽ പെട്ടുപോയി. അങ്ങനെ വരുമ്പോഴാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കെ എങ്ങനെയാണ് എടുത്തതെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്കും അറിയില്ല. ഇവരുടെ അടുത്ത് ഡോക്ടർ ജയതിലകൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഭയങ്കര അത്യാവശ്യം നിർബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവരും സംശയിക്കുന്നില്ല. അവരൊക്കെ ബോണഫൈഡാ. അവർ ജെനുവിൻലി വിശ്വസിച്ച് എന്തോ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ അടുത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പ്രശ്നമാണല്ലോ. ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? അവരൊക്കെ അവിടുത്തെ കോൺട്രാക്ട് സ്റ്റാഫാണ്. ഇവരാകെ പേടിച്ചു പോയി. കാരണം അവർക്കും പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. അവിടുന്നുള്ള IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സീനിയർ ഓഫീസറും ഒക്കെ വന്നു. അവർക്ക് മനസ്സിലായി IT ആക്ട് പ്രകാരം ക്രൈമാണ്. ഇവരെ കൊണ്ട് എന്താ ചെയ്യിച്ചതെന്നുള്ളതാണ് അതിലും കഷ്ടം. ഇവർക്ക് അറിയില്ല. ഇവർ വളരെ നിഷ്കളങ്കമായിട്ട് അത്യാവശ്യമാണെന്ന് വിചാരിച്ച് ചെയ്ത് കൊടുത്തതാണ്. ഈ ബാക്ക് എൻഡിന്ന് ഫയൽ പുൾ ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ റീസൺ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ LSD ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏതോ സെക്ഷൻ ഓഫീസർ ലീവിലാണ്. അദ്ദേഹത്തിൻ്റെ ഇൻബോക്സിൽ നിന്ന് എടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു തുണ്ടുകൾ. ഞാൻ LSD ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്ഷൻ ഓഫീസറും അല്ല, ഒന്നുമല്ല. ഇത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഈ ഫയൽ എടുത്തിരിക്കുന്നത്. അതായത് വ്യാജമായ രേഖ അപ്ലോഡ് ചെയ്തിട്ട് എടുത്തിരിക്കുക. അപ്പോൾ ഇവർക്കും മനസ്സിലായി പ്രശ്നമാവും. അപ്പോൾ ഇവർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം ഇവർ ക്രൈമിൽ ഉണ്ടാകും. അപ്പോൾ ഇവർ കോൺട്രാക്ച്വൽ സ്റ്റാഫ് ആയതുകൊണ്ട് ഇവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതാണ് പറഞ്ഞു പോട്ടെ എന്തെങ്കിലും ആവട്ടെ. എല്ലാ ഫയലും എനിക്കിപ്പം നന്നാക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ആ ഫയൽ കണ്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു പോയതായിട്ടാണ് ആ രേഖയിൽ കിടക്കുക. അപ്പോൾ ഞാൻ എന്നെ അഭിപ്രായം രേഖപ്പെടുത്താൻ സമ്മതിച്ചിട്ടുമില്ല. അതുവഴി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രേഖാമൂലം ഇത് മെയിലായിട്ട് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് പുൾ ചെയ്തു എന്ന് എനിക്ക് റെക്കോർഡ് വേണമല്ലോ. ഇവരിങ്ങനെ അപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് എനിക്ക് മറുപടിയും തന്നു. മെയിലിൽ തന്നെ മറുപടിയും തന്നു. ഈ പറഞ്ഞ അറ്റാച്ച് ചെയ്ത സാധനം എല്ലാം പറഞ്ഞ് എനിക്ക് രേഖയിൽ തന്നെ തന്നിട്ടുണ്ട്. അതും ഞാൻ ചീഫ് സെക്രട്ടറിക്ക് അന്ന് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഐ ഹാവ് ടു കീപ്പ് ഇറ്റ് ഓൺ റെക്കോർഡ് എന്ന് വിചാരിച്ച് ഇതിൻ്റെ പിന്നാലെയാണെന്ന് ഞാൻ ശരിക്കും ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഞാൻ ചെയ്യാനൊന്നും പോയില്ല. കാരണം അത് ചെയ്താൽ ഞാൻ പറഞ്ഞില്ല കോൺട്രാക്ച്വൽ സ്റ്റാഫാണ്. അവർ അറിഞ്ഞിട്ടില്ല. അവർ പറ്റിച്ചതാണ്. പക്ഷേ ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. ഒരു ഉദ്യോഗസ്ഥ ഫയൽ എഴുതാതിരിക്കാൻ വേണ്ടി ടു വാട്ട് എക്സ്റ്റെൻഡ് യു വിൽ ഗോ. ക്രൈം വരെ കമ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത് മിസ്യൂസ് ഓഫ് പവർ അല്ല, ഇത് അബ്യൂസ് ഓഫ് പവർ എന്നാണ് ഇത് ക്രൈം ആക്ച്വലി ക്രൈം ക്രൈമാണ്. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഉദ്യോഗസ്ഥർ ഇരിക്കുക, അവർക്കൊരു ഫ്രീ ഹാൻഡ് സിസ്റ്റത്തിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും ആത്യന്തികമായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഒക്കെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന രീതിയിലത്തേക്കാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾക്ക് ആൾക്കാർ പോവുക. ഇനി അതല്ല എങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടാണെങ്കിലും ഒരാളെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ സാധ്യതകൾ അനുകൂലമായിട്ടുള്ളത് കൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞു. പക്ഷേ കുറച്ചുകൂടി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്താൽ ഒരുപക്ഷെ സത്യസന്ധനായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലും ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത് എന്ന രീതിയിലത്തേക്ക് തന്നെയാണ് തോന്നുന്നത്. ഇതിലിപ്പോൾ എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് എനിക്ക് ഒച്ചയും ബഹളവും ഉണ്ടാക്കേണ്ടി വരുന്നത്. അതായത് പുറത്ത് സംസാരിക്കേണ്ടി വരുന്നത്. അല്ലാതെ ഇഷ്ടം പോലെ ഫയലുകളിൽ പ്രശ്നമുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പലരും ചോദിക്കും നമുക്ക് ഈ സിസ്റ്റത്തിനകത്ത് നിന്ന് ഫയലിനകത്ത് എഴുതി പൊരുതി അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വ്യവസ്ഥാപിത മാർഗ്ഗത്തിലൂടെ ചെയ്യുന്നത്. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇന്നൊന്നും മതിയാവില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ഈ ഫയൽ. ഈ ഒറ്റ ഫയൽ മാത്രം എടുത്ത് നോക്കിയാൽ മതി. എന്തുകൊണ്ട് ആ ഫയൽ പുൾ ചെയ്തു എന്നുള്ളത്. ഒരു 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 ക്രൈം കമ്മിറ്റ് ചെയ്തിട്ട് പോലും ഒരു ഫയലിനകത്ത് ഞാൻ അഭിപ്രായം എഴുതാതെ എന്ത് ഡെസ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവണം, എന്തുമാത്രം ഭയം ഉണ്ടായിട്ടുണ്ടാവണം ആ ഫയൽ ഞാൻ കാണരുത് എന്നുള്ളത്. താഴെ എല്ലാവരും പേടിപ്പിച്ച് നിർത്തിയിരിക്കുക ഒന്നും എഴുതാൻ പാടില്ലെന്ന്.
ഇപ്പോൾ ധൈര്യമായിട്ട് ഒരാൾ ഫയൽ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ പേടിയുണ്ട്. അപ്പം ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലത്തെ വേറെ പല ഫയലുകളിലും ഒപ്പീനിയൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അത് ആ ഫയല് ഇപ്പോൾ ഒരു ഫയൽ ഒരു വിഷയം കൈകാര്യം ചെയ്തു പോകുമ്പം, ഞാൻ അതിൽ ഒപ്പീനിയൻ എഴുതി കഴിഞ്ഞാൽ മറ്റൊരു ഫയൽ തുറക്കുന്നൊരു പരിപാടിയുണ്ട്. ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം നന്നാക്കാൻ ഞാൻ ആളല്ല. അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. പക്ഷേ ഞാന് ഈ ഈ ഈ ഇതെല്ലാം പറയാൻ തുടങ്ങുകയാണെങ്കിൽ വലിയ രാമായണം പറയുന്ന പോലെ ആയിപ്പോവും. അതൊന്നും ഞാൻ ഇപ്പോഴും പബ്ലിക് ഡൊമെയിനിലിട്ട് അലക്കുന്നുമില്ല, പറയുന്നുമില്ല. ഐ ക്യാൻ ഓൺലി ഇൻഡിക്കേറ്റ്. ഇതൊക്കെ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണമെന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതൊക്കെ നന്നാക്കാം. അതിലൊക്കെ ഇടപെടാം. അതിൽ എന്താന്ന് വെച്ചാൽ നോക്കാം. എനിക്കിതിനപ്പുറം ചെയ്യാൻ പറ്റുമോ? പക്ഷേ എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയം വന്നു കഴിയുമ്പോൾ എൻ്റെ റെപ്യൂട്ടേഷൻ ഒരു കാര്യവുമില്ലാതെ പബ്ലിക് ഡൊമെയിനിലിട്ട് ടാർണിഷ് ചെയ്ത് കഴിയുമ്പോൾ ദെൻ ഐ ഹാവ് ടു സ്പീക്ക് ഔട്ട്. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ പുറത്തിറങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഒരു ലാർജർ ധർമ്മയുണ്ട് ഇതിനകത്ത്. ഒരു വലിയ ധർമ്മമുണ്ട്. ആ വലിയ ധർമ്മം ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ഈ കോൺടാക്ട് റൂളൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ ചെറിയ സാധനമായിട്ടേ എനിക്ക് തോന്നത്തുള്ളൂ. അത് ഇറവറൻസ് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഒരു ഒരു ഈ പറയില്ലേ അത്യാവശ്യമായിട്ടൊരു രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത്, "അയ്യോ! ട്രാഫിക് ലൈറ്റ് നമുക്കിവിടെ നിൽക്കാം" എന്ന് ചിന്തിക്കുവോ? ഇല്ല. നമുക്കത് അതിനാണ് സാമാന്യ ബുദ്ധി തന്നിരിക്കുന്നത്. എന്തിനേം ഭയപ്പെട്ട് ഈ ചട്ടങ്ങളും മാറ്റുവിൻ ചട്ടങ്ങൾ എന്നല്ലേ. മാറ്റണ്ട. ഞാൻ ഇടയ്ക്ക് ചട്ടത്തിന് പുറത്തൊന്ന് ഇറങ്ങിയിട്ടേ ഇത് തിരിച്ച് കയറിക്കോളാം. ഒരു പ്രശ്നവുമില്ല. അതിനുള്ള കോൺസിക്വൻസ് ഏറ്റെടുക്കുകയും ചെയ്തോളാം. പക്ഷേ ഏഹ് മറിച്ച് കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുമെന്നും അത് എല്ലാം അടിമയങ്ങ് അനുഭവിച്ചോണം എന്നുള്ള അത്രയ്ക്ക് അടിമത്വം എന്തായാലും തൽക്കാലം എനിക്കില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഈ ഗവേണൻസ് പോലും ആം, എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് ഒരു 18th സെഞ്ച്വറിയിലുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ. ഒരു ഒരു എംപ്ലോയർ ഒരാളെ ജോലിക്കെടുത്ത് കഴിഞ്ഞാൽ അയാൾ പിന്നെ അടിമയാണെന്നൊരു ധാരണയുണ്ട്. അടിമയൊന്നുമല്ല. അയാൾക്ക് ഒരു ഫ്രീ സ്പീച്ചും ഫ്രീ തോട്ടും ഉണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് പറയണം എന്നൊക്കെ തീരുമാനിക്കാൻ എംപ്ലോയർക്ക് അവകാശമുള്ള ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെയാണ് യഥാർത്ഥത്തിൽ അടിമത്വം എന്ന് പറയുന്നത്. അതായത് അടിമത്വത്തിൻ്റെ കാലം കഴിഞ്ഞുപോയി. ലോകത്തിൽ ഒരു ബ്യൂറോക്രസിയും അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇത് സായിപ്പിൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റം ആഹ്, ഭരണഘടന വന്നതിന് ശേഷവും ഭരണഘടനയ്ക്കും മേലെ ചട്ടങ്ങളും കൺട്രോളും ഒക്കെ ആവാമെന്ന് വിശ്വസിക്കുന്ന ഒരു ആൻഡ് ആൻഡ് ഓവർ ഹൈപ്പിങ്. ഇപ്പോൾ ഐഎഎസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഗിൽഡ് സിസ്റ്റം പോലെ. അതിനകത്തുള്ള എല്ലാവരും പരസ്പരം പുകഴ്ത്തിക്കൊണ്ടിരിക്കണമെന്നോ, അല്ലെങ്കിൽ ഐഎഎസ് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ആനയാണ് ചേനയാണെന്ന് പുറത്ത് പറഞ്ഞോണമെന്നൊക്കെ എന്ത് നിയമമുള്ളത്? സത്യമല്ലേ പറയേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ ഇതിൽ ഒട്ടുമുക്കാലും മേക്ക് ബിലീവ് ആണ്. പ്യുവർ മേക്ക് ബിലീവ് ആണ്. ഈ മറ്റ് സമൂഹത്തിൻ്റെ മറ്റ് മേഖലകളിലൊക്കെ കാണുന്ന എല്ലാ വൃത്തികേടുകളും ഇതിനകത്തുണ്ട്. ചില വൃത്തികേടുകൾ കുറച്ച് അമിതമായിട്ടും ഉണ്ട്. ആം, സോ ഒരു ഹങ്കി ഡോറി ഇമേജ് കൊടുക്കലാണ് ഒരു ഐഎഎസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ. ഇമേജ് സംരക്ഷിക്കൽ അല്ലെങ്കിൽ ഐഎഎസിൻ്റെ ഇമേജ് സംരക്ഷിക്കൽ. ഐഎഎസ് വലിയ സംഭവമാണ്. ഐഎഎസുകാർ തമ്മിലുള്ള സാഹോദര്യം, അതിനകത്തുള്ള പാട്ടും പാടി എല്ലാവരും ഹാപ്പി ആയിട്ട് നടക്കുക. അതൊന്നുമല്ല നമ്മുടെ ജോലി. നമുക്ക് ശമ്പളം നിർണ്ണയിക്കുന്നത് ജോലി ചെയ്യാനാണ്. അത് ഫയലിലാണ് നമ്മൾ അറ്റ്‌ലീസ്റ്റ് ഈ ഫീൽഡ് ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഫയൽ എഴുതുക എന്നുള്ളതാണ്. ഉം. അവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് നട്ടെല്ല് വളച്ചിട്ട് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ആയിട്ട് ജീവിച്ച് അങ്ങനെ ഐ തിങ്ക് ഇറ്റ് ഈസ് ടൂ മച്ച് ടു എക്സ്പെക്ട് ഫ്രം മീ. എനിക്ക് ഒരു സുഹൃത്തെന്നുള്ള നില മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ ഈ പൊതുസമൂഹത്തിലുള്ള ഒരാളെന്ന രീതിയിൽ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ വന്നപ്പോൾ സങ്കടവും ഉണ്ടായിട്ടുണ്ട്, സന്തോഷവും ഉണ്ടായിട്ടുണ്ട്. സങ്കടം ഉണ്ടായത് എനിക്ക് പ്രശാന്ത് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന സമയത്ത് എന്തൊക്കെ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ടാണ്. ഞാൻ ഒരു തവണ വളരെ യാദൃശ്ചികമായിട്ട് അന്ന് മിനിസ്റ്ററായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണനെ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ആ പല പ്രോജക്റ്റുകളെ പറ്റി അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്തു. ഇന്ന ഇന്ന സാധനങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ, ഇപ്പം കതിർ, അതല്ലെങ്കിൽ നവോത്ഥാൻ, വെളിച്ചം, അനുഭവം, ഇങ്ങനെ കുറേയധികം പദ്ധതികൾ ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, ഒന്ന് സങ്കടം വന്നത് ഇത്തരത്തിലുള്ള കുറേയധികം വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള കുറേ പ്രോജക്റ്റുകളുണ്ട്. ഈ പ്രോജക്റ്റുകൾക്കൊക്കെ നിലവിലൊരു പോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോസ് റീസ്റ്റാർട്ട് ചെയ്യണം. ആ പോസ് എത്ര നാളത്തേക്ക് പോകും എന്നുള്ളത് അറിയില്ല. അതിൻ്റെ കാര്യത്തിലൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രേറ്റർ സന്തോഷം കൂടി ഉണ്ടായത്, ഇങ്ങനെയൊക്കെയാണ് ഈ സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഡയറക്റ്റ് പുറത്തു വന്നിട്ടുള്ള ഒരു വിസിൽ ബ്ലോവർ. ഇന്നതാണ് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നു. ആ പ്രശ്നം പറഞ്ഞിട്ട് അതിൽ ഫൈറ്റ് ചെയ്യുന്നു. അതിലെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അതിനെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം
ആൾക്കാർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗ്രേറ്റർ ലേണിംഗ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത്തേതാണ്. കാരണം ഇന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഈ സിസ്റ്റത്തിലുണ്ട്. അത് പുഴുക്കുത്തുകളാണ്. അത് മാറണം എന്നുള്ള ഒരു ചിന്ത. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു ചർച്ചയിലും വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് അത് ആൾക്കാർക്ക് ഈ ഒരു സസ്പെൻഷൻ ഒരുപക്ഷെ കേരള സമൂഹത്തിന് തന്നെ ഈ ഒരു വിഷയം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട് അനിവാര്യമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. കൺഗ്രാജുലേഷൻസ് ഓൺ ദ സസ്പെൻഷൻ. താങ്ക് യു സോ മച്ച്.